السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة من جلسات دروس اللغة العربية لغير الناطقين بها، الدور الثاني، وقد أكملنا قراءة الدرس الخامس عشر، وقرأنا بعض التمارين. ഖുർആൻ പഠനത്തിൽ എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ 2ാം സെമസ്റ്ററിന്റെ ക്ലാസ്സുകളിൽ ഒന്നിലാണ് നാം ഉള്ളത്. നാം 15 പാഠങ്ങൾ വായിച്ചു കഴിഞ്ഞു. അതിലെ 15ാമത്തെ പാഠത്തിലെ എക്സസൈസ് ആണ് നാം വായിച്ചു കൊണ്ടിരുന്നത്. ലായെക്കുറിച്ച് പറയും എന്ന് പറഞ്ഞിരുന്നു. അതാണ് നമുക്ക് ഇന്ന് വായിക്കാനുള്ളത്. തഅമ്മൽ മായലി. അപ്പോ നമ്മള് വിരോധക്രിയ പഠിച്ചു. വിരോധക്രിയയിൽ ലാ വന്നിട്ടുണ്ട്. ലാ തഫ്തഹ് എന്ന് പറയുന്ന ലാ, നീ തുറക്കരുത്. അതേപോലെ ഉള്ള ലാ, വിരോധക്രിയ അല്ലാത്ത ലായും ഉണ്ട്. ഈ 2 ലായും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള പോംവഴികളാണ് ഇവിടെ പറയുന്നത്. വിരോധക്രിയയ്ക്ക് വിരോധിച്ചു എന്ന അർത്ഥം എന്താണ്? ഉള്ള ക്രിയ എന്താണ്? വിലക്കി, വിരോധിച്ചു. എന്താ പദം? നഹ, വിലക്കി. നഹ, വിലക്കി. ഞാൻ ചോദിച്ചത് വിലക്കി, വിരോധിച്ചു എന്ന അർത്ഥമുള്ള പദം. നഹ, വിലക്കി. അപ്പോ നഹ യൻഹ, നാഹിൻ, വിലക്കുന്നവൻ. ഇതിന്റെ സ്ത്രീലിംഗമാണ് നാഹിയത്ത്. അക്ഷരങ്ങളെല്ലാം എന്താണ്? സഹോദരിമാരാണ്. അതുകൊണ്ട് അക്ഷരങ്ങളെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുക സ്ത്രീലിംഗത്തിലായിരിക്കും പറയുക. അതായതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞ ക്യാമറ തെളിയുള്ളൂ. അത് വർക്ക് ചെയ്ത് തന്നെ ഫംഗസ് മാറണമെന്ന് പറയും. തണുപ്പ് മാറണം, തണുത്തിരിക്കുക. അകത്ത് എത്ര സംഭവം, പുറമേ ഉള്ളതല്ല. അപ്പോ ലാ അൻ നാഹിയത്തു. നാഹിയത്ത് എന്ന് പറയാൻ കാരണം ലാ എന്താണ്? ഹർഫ്. അൽ ഹറൂഫ് കുല്ലുഹ മുഅന്നസത്തുൻ. എല്ലാം എന്താണ്? സ്ത്രീലിംഗ പദങ്ങളാണ്. അക്ഷരങ്ങളെല്ലാം സ്ത്രീലിംഗമാണ്. അപ്പൊ ഹർഫുകൾ എന്ന് പറഞ്ഞാൽ ലാ എന്ന് പറയുമ്പം എന്താണ്? ഒരു ഇസ്മല്ല, ഒരു ഫേലുമല്ല. അതുകൊണ്ട് അതിന് ഹർഫ് എന്നാണ് പറയുന്നത്. ലാ അക്ഷരമാണ്. 2 അക്ഷരം ഉണ്ടെങ്കിലും ഹർഫാണ്. നമ്മൾ ഇന്ന ഹർഫ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഗ്രാമറിലുള്ള ഹർഫും ആൽഫബറ്റിലെ ഹർഫും തമ്മിൽ വ്യത്യാസമുണ്ട്. ആൽഫബറ്റിലെ ഹർഫ് എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരമാണ് ഹർഫ്. ഗ്രാമറിലെ ഹർഫ് എന്ന് പറഞ്ഞാൽ നാമവും ക്രിയയും അല്ലാത്തതെല്ലാം ഹർഫാണ്. അതാണ് ഹറൂഫുൽ ജർ എന്ന് പറയും. അങ്ങനെ ഹറൂഫ് എന്ന് പല സ്ഥലങ്ങളിലും കാണാം. അപ്പൊ എന്താണ്? അവിടെ പദങ്ങൾ, നാമവും ക്രിയയും അല്ലാത്ത പദങ്ങൾക്കാണ് ഹറൂഫ് എന്ന് പറയുന്നത്. അപ്പോ ലാ അൻ നാഹിയത്തും. അപ്പൊ എന്താണ്? ഹർഫ് അല്ലെങ്കിൽ അക്ഷരങ്ങളെല്ലാം സ്ത്രീലിംഗമായതുകൊണ്ട് പദങ്ങൾ വരുമ്പോഴും സ്ത്രീലിംഗമായിട്ടായിരിക്കും വരും. അപ്പൊ അതുകൊണ്ട് ലാ അൻ നാഹിയത്ത് എന്താണ്? വിലക്കുന്ന ലാ. വിലക്കുന്നതല്ലാത്ത നെഗറ്റീവ് നരേഷൻസ് ഉണ്ടാവും. നെഗറ്റീവായിട്ടുള്ള പ്രസ്താവന, നടക്കുകയില്ല, പ്രവർത്തിക്കുകയില്ല,
അങ്ങനെയല്ല, ഇങ്ങനെയല്ല എന്നൊക്കെ പറയും. പ്രവർത്തിക്കരുത് എന്ന് പറയുന്നതാണ് എന്ത്? വിരോധക്രിയ എന്ന് പറയുന്നത്. പ്രവർത്തിക്കരുത് അതെന്താണ്? വിലക്കുന്നതാണ്. അതേസമയം പ്രവർത്തിക്കുകയില്ല, അങ്ങനെ ഒരു സംഭവമല്ല, ഇല്ല എന്നൊക്കെ പറയുന്നതിന് ഇത് അത് നഫ എൻഫി എന്നാണ് പറയുന്നത്. നെഗറ്റീവായി പറഞ്ഞു എന്ന്. അപ്പൊ അതിന് നാഫിയത്ത് എന്നാണ് പറയുന്നത്. നാഫിയത്ത്. അപ്പൊ നാഹിയത്ത് എവിടെ നിന്നാണ് വരുന്നത്? തൊണ്ടയുടെ അങ്ങ് അറ്റത്തു നിന്നാണ്. ഹായുടെ ഹൽക്കിന്റെ അക്ഷരം. ഹൽക്കിന്റെ അക്ഷരമാണ് ഹ. ഷാ എവിടത്തെ അക്ഷരമാണ്? നമ്മൾ ഈ തജീദ് പഠിക്കുമ്പോഴെല്ലാം ഹൽക്കിന്റെ അക്ഷരം മാത്രമേ പഠിക്കുള്ളൂ, വേറെയുള്ള അക്ഷരങ്ങളൊന്നും പഠിക്കില്ല. തജീദ് പഠിക്കുന്നതെല്ലാം നമ്മൾ ഭാഗികമാണ്, വളരെ തുച്ഛമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നീട് എവിടെ അത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഷായുടെ ഉച്ചാരണ സ്ഥാനം എവിടെയാണ്? ചുണ്ട്, താഴത്തെ ചുണ്ടും മേലെ പല്ലിന്റെ അഗ്രവും അടങ്ങുന്നതാണ് ഷ. അപ്പോ ഹൽക്കന്റെ അക്ഷരം ഹ ഹൽക്കന്റെ അക്ഷരമാണ്, തൊണ്ടയുടെ അങ്ങേറ്റം. ഷ വരുന്നത് എവിടെ നിന്നാണ്? ചുണ്ടിൽ നിന്ന്. രണ്ട് ചുണ്ടും കൂടെ അല്ല ഷ വരുന്നത്. താഴത്തെ ചുണ്ടിന്റെ മധ്യഭാഗവും മേലെ ചുണ്ടിന്റെ മേലെ പല്ലിന്റെ അഗ്രവും അറ്റം ചേർന്നിട്ടാണ് ഷ. അപ്പൊ ഇത് രണ്ടും ശ്രദ്ധിക്കുക. നാഹിയത്ത് എന്ന് പറയുമ്പോൾ ഹൽക്ക് എന്ന് പറയുന്നത് എന്താണ്? വിലക്കുന്നതാണ്. നാഫിയത്ത് ചുണ്ടി എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, നെഗറ്റീവ് നരേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉദാഹരണം നമ്മൾ വായിച്ചു നോക്കാം. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ലിമ ലാ തഅകുലു യാ അഖി. ഇപ്പൊ ചോദിക്കുകയാണ് ലിമ ലാ തഅകുലു. ഇപ്പൊ ലാ തഅകുലു എന്ന് പറയുന്നത് എന്താണ്? തിന്നുന്നില്ല. അതെന്തല്ല? വിരക്കുന്നതല്ല. ലാ തഅകുലു. ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് താ ചേർന്ന ക്രിയയാണ്, അപൂർണ ക്രിയയാണ്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്? സംശയമുണ്ടാകും. ലാ തഅകുലു എന്ന് അവസാനത്തിൽ എന്താണ്? ലാമിന് വമ്മത്താണ്. ലാ തഅകുലു. അപ്പൊ അപ്പൊ ലമ്മത്ത് വന്നാൽ എന്താണ്? തിന്നുന്നില്ല എന്ന്. ലാ തഅകുലു തിന്നുന്നില്ല, അല്ലെങ്കിൽ തിന്നുകയില്ല. ഇപ്പൊ ഇവിടെ ചോദിക്കുന്നത് ലീമ ലാ തഅകുലു. ലീമയുടെ അർത്ഥം വൈ, എന്തുകൊണ്ട്. ലീമ ലാ തഅകുലു, എന്തുകൊണ്ട് നീ തിന്നുന്നില്ല? യാ അഖി, ബ്രദർ, അല്ലെ സഹോദര, താങ്കൾ എന്താ ഭക്ഷണം കഴിക്കാത്തത്? ലാ തഅകുലു, എന്തുകൊണ്ട് താങ്കൾ തിന്നുന്നില്ല? യാ അഖി, സഹോദരൻ. അപ്പൊ എന്തുണ്ട് ഇവിടെ? ലാമിന് ലമ്മത്തുണ്ട്. അതേസമയം വിലക്കുന്ന ക്രിയയാണെങ്കിലോ ലാ തഅകുൽ, അവിടെ ലാമിന് എന്താണ്? ജസ്മുണ്ട്. ജസ്മ എന്നാണ് എന്റെ പേര്, അല്ലെങ്കിൽ സുക്കൂനുണ്ട്. ജസ്മ് ചെയ്യപ്പെട്ടതാണ്, സുക്കൂനുണ്ട് അവിടെ. അപ്പോൾ സുക്കൂൻ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? വിരോധക്രിയയായി. ലാ തഅകുൽ, നീ തിന്നരുത്. ലാ തഅകുൽ, നീ തിന്നരുത്. ആദ്യം പറഞ്ഞത് ലിമ ലാ തഅകുലു, താങ്കൾ എന്തുകൊണ്ട് തിന്നുന്നില്ല? യാ അഖി, സഹോദരൻ. ലാ തഅകുൽ, തിന്നരുത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ? മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിയർ ആക്കി പോകണം. ഇതാണ് സമയം, ക്ലിയർ ആക്കാനുള്ള സമയം. ക്ലിയർ ആണ്? അലാ തദ്ഹബു. വേറൊരു ഉദാഹരണം. ഇപ്പൊ ലാ വരുന്നുണ്ട് അവിടെ. ഈ ലാ എന്താണ്? ഒന്നാമത് പറഞ്ഞ ലാ നഫിയുടെ ലാ. നഫി പറയുമ്പോ എന്ത് ചെയ്യണം? ചുണ്ടി എന്ന് പറയണം, ശബ്ദം കേൾക്കണം. നമ്മൾ മഹ്റജ് പഠിക്കും, പക്ഷെ അക്ഷരങ്ങൾക്ക് വിശേഷണമുണ്ട്. അക്ഷരങ്ങൾക്ക് എന്തുണ്ട്? വിശേഷണമുണ്ട്. അള്ളാഹ്ക്ക് സിഫത്തുണ്ടെന്ന് നമ്മൾ പറയും. അള്ളാഹുവിന്റെ അസ്മാഉൽ സിഫാത്ത് എന്ന് പറയും. അതേപോലെ ഹുറൂഫിന് എന്തുണ്ട്? മഹ്റജ് ഉണ്ട്, സിഫാത്ത് ഉണ്ട്, വിശേഷണങ്ങളുണ്ട്. ഫായുടെ വിശേഷണം എന്താ? ശബ്ദം കേൾക്കുക എന്നാണ്. പല വിശേഷണമുണ്ട്, അതിലൊരു വിശേഷണം ശബ്ദം കേൾക്കുക. ഫ.
പല നഫിയുടെ ലായാണെങ്കിൽ എന്തുണ്ടാവും? ഏകവചനത്തിൽ ലം ഉണ്ടാവും. ഏകവചനമാണെങ്കിൽ ലം ഉണ്ടാവും. ഏകവചനത്തിൽ കുലു എന്ന് പറയുന്നിടത്ത് എന്തുണ്ടാവും? ലം ഉണ്ടാവും. അപ്പൊ ഇവിടെ കുലു ഓർഡർ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും? മുന്നിൽ നിൽക്കുന്ന ആളോടായിരിക്കും പറയും. ഇങ്ങനെ വരുന്ന സന്ദർഭം, താ വരുന്ന സന്ദർഭം. എന്ന് പറയുമ്പോൾ വിരോധക്രിയയാണ്, ഓർഡറിന്റെ ഓപ്പോസിറ്റ്. ലീമലാത്ത കുലു എന്ന് പറയുന്നിടത്ത് ലം ഉണ്ടാവും. അലാ തദ്ഹബു, അലാ തദ്ഹബു എന്താ അർത്ഥം? ആ അറിയാന്നൊന്നുമല്ല. ലാ തദ്ഹബു, ലാ തദ്ഹബു, നീ പോകുന്നില്ലേ? നീ പോകുന്നില്ലേ? അലാ തദ്ഹബു ഇലൽ മൽഅബി, നീ കളിക്കളത്തിലേക്ക് പോകുന്നില്ലേ? മൽഅബ് കളിസ്ഥലം, നീ കളിസ്ഥലത്തേക്ക് പോകുന്നില്ലേ? അലാ തദ്ഹബു. അപ്പൊ അവിടെ നഫിയാണെന്ന് മനസ്സിലായി. കാരണം ആ വാക്യഘടനയിൽ അങ്ങനെ വരുള്ളൂ. മാത്രമല്ല അവിടെ എന്തുണ്ട്? ലമ്മുണ്ട്. അതേസമയം ലാ തദ്ഹബ് ഇലൽ മൽഅബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഹിയാണ്. നഹ യൻഹ, വിലക്കി. നഹി വിലക്കലാണ്. ലാ തദ്ഹബ്, നീ പോകരുത്. ഇലൽ മൽഅബ്, കളിക്കളത്തിലേക്ക്. വ്യക്തമാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അസാബിയ അത്തംരീൻ അസാബിയ, തഅമ്മൽ മായലി, ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് വായിക്കുക. ഹുവ യക്തുബു, ഹുവ യക്തുബു, അൻത തക്തുബു, അന അക്തുബു. നമുക്കറിയാം ഹുവ പറഞ്ഞപ്പോൾ യക്തുബു, ഹുവ യക്തുബു. അൻത പറഞ്ഞിട്ട് അൻത തക്തുബു, അവിടെ തായുണ്ട്. അന അക്തുബു, അവിടെ എന്തുണ്ട്? ആയുണ്ട്. അന അക്തുബു. ഹുവ യഅ്കുലു, ഇനി ഹംസുള്ള ക്രിയ വരുമ്പോ എങ്ങനെയായിരിക്കും? ഹുവ യഅ്കുലു. തക്തുബു എന്ന് പറഞ്ഞിടത്ത് കത്തബയാണ് എന്ത്? ക്രിയ. ക്രിയയുടെ ആദ്യദർശൻ കായാണ്. അക്കല യഅ്കുലു എന്ന് പറഞ്ഞിടത്ത്, അക്കല എന്ന് പറഞ്ഞിടത്ത് ആദ്യദർശൻ എന്താണ്? ഹംസത്താണ്. അപ്പോ ഹുവ യഅ്കുലു എന്ന് പറഞ്ഞിടത്ത് ഹംസത്ത് അവിടെ തന്നെ ഉണ്ട്. ഹുവ യഅ്കുലു. അൻത തഅ്കുലു, അവിടെയും ഹംസത്ത് അങ്ങനെ തന്നെ ഉണ്ട്. അന അഅ്കുലു എന്നല്ല പറയുക. രണ്ട് ഹംസിനും കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഹംസിന് ദീർഘം കൊടുക്കണം. രണ്ട് ഹംസം കൂടെ ചേർത്തിട്ട് ആദ്യത്തെ ഹംസിന് ദീർഘം കൊടുക്കണം. അന ആകുലു, അന ആകുലു. ഓക്കെ, രണ്ടാമത്തെ ഹംസ് ദീർഘമാക്കി മാറ്റും. അപ്പൊ നമ്മളെ മൈൻഡിൽ ഉണ്ടായിരിക്കണം അഅ്കുലു എന്നാണ് അവിടെ ഉള്ളത്. ഒരു ഹംസ്, ഇവിടെ കാണുന്ന ഹംസ് ആകുലു എന്ന് പറയുമ്പോൾ കാണുന്ന ഹംസ് എന്താണ്? അപൂർണക്രിയയ്ക്ക് വേണ്ടി ചേർത്ത ഹംസാണ്. പിന്നെ നീട്ടിയ ഹംസ് അക്കലയിലെ ഒറിജിനൽ ഹംസാണ്. അപ്പോ അക്കലയുടെ ഒറിജിനൽ ഹംസ് അവിടെ ഉണ്ട്. പക്ഷെ രണ്ട് ഹംസത്ത് ഒരുമിച്ച് വന്നതുകൊണ്ട് ആദ്യത്തെ ഹംസത്തിനെ നീട്ടി പറഞ്ഞെന്ന് മാത്രമേ. അതേപോലെ ഹുവ യഅഖുദു, ഹംസ ഉണ്ട് അവിടെ. അൻത തഅഖുദു, ഹംസ പൂർണ്ണമായിട്ടുണ്ട്, നീ എടുക്കുന്നു. അഖദ യഅഖുദു. അന ആഖുദു, നമ്മൾ നേരത്തെ പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. അതെ, നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള കൃത്യമായി മനസ്സിലാക്കുക, ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലാക്കുക. തഅമ്മൽ അൽ ജുമലിൽ ആതിയ. ജുമൽ എന്താണ്? സെന്റൻസ്. ജുമൽ സെന്റൻസസ്. ജുംലത്തിന്റെ ബഹുവചനമാണ് ജുമൽ. ജുംലത്തുൻ ജുമലുൻ, ജുംലത്തുൻ ജുമലുൻ. കേട്ടോ, ജുംലത്തുൻ എന്ന് പറയുന്നിടത്ത് കെട്ടുള്ള താഴുണ്ട്. ബഹുവചനം വരുമ്പോൾ ജുമലുൻ എന്നാണ്. ജുംലത്തുൻ ജുമൽ. തഅമ്മൽ ജുമലത്തിൽ ആതിയ, അൽ ജുമൽ അൽ ആതിയ.
തഅമ്മലിൽ ജുമലൽ ആതിയ. അപ്പൊ ഇവിടെ ജുമല് ബഹുവചനമായതുകൊണ്ടാണ് അൽ ആത്തിയത്ത് എന്ന സ്ത്രീലിംഗ പദം ഉപയോഗിച്ചത്. ഹംസ്, ഇവിടെ ഹംസ് എന്താണ്? നമ്മള് നമ്പർ കൊടുക്കുമ്പോൾ ABCD എന്ന നമ്പർ കൊടുക്കുന്നതിന് പകരമാണ് അവിടെ ഹംസ് കൊടുത്തിരിക്കുന്നത്. എന്നർത്ഥം. ഹംസ്. ഫതഹ സക്കരിയ്യൽ ബാബ വകാദ യഖ്റുജു. ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് പാഠത്തിന്റെ അവസാനത്തെ വാക്യം എന്തായിരുന്നു? പാഠത്തിന്റെ അവസാനത്തെ വാക്ക് ആ യകാദുൽ ജറസു, യകാദുൽ ജറസു യറിഞ്ഞു അല്ലേ? യകാദുൽ ജറസു യറിന്നു, ആ ബെല്ലടിക്കാറായി. ആ അഫ്തഹുൽ ബാബ യാ ഉസ്താദ് യകാദുൽ ജറസു യറിന്നു എന്ന് പറഞ്ഞു. യരിഞ്ഞു എന്താർത്ഥം? അടിക്കും. ബെല്ല് അടിക്കാറായി. യകാദു ആകാറായി. ആ ബെല്ല് മുഴങ്ങാറായി. മുഴങ്ങാറായി. എറിഞ്ഞു എന്ന് പറഞ്ഞാൽ മുഴങ്ങുക. റന്ന എറിഞ്ഞു, റിങ് ചെയ്തു. അതാണ് നമ്മൾ അവിടെ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ കാതയുടെ വിശദീകരണമാണ് വരുന്നത്. കാതയുടെ വിശദീകരണം. ഫതഹ സക്കരിയ്യൽ ബാബ വകാദ യഖ്റുജു. അയാള് സക്കരിയ വാതിൽ തുറന്നു. വകാദ യഖ്റുജു എന്താർത്ഥം? ആ അയാൾ പുറത്ത് പോകാറായി. അയാള് പുറത്ത് പോകാറായി. ഇപ്പൊ പോകും. പോയിട്ടില്ല, പക്ഷെ ഇപ്പൊ പോകും. അർദ്ദാണ് കാദ യഖ്റുജു. അച്ചാനി ഖാല ഉസ്മാനു ലിൽ മുദീർ. ഉസ്മാൻ പ്രിൻസിപ്പലിനോട് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററിനോട് പറഞ്ഞു, റഫഅ യൂസുഫ് യദഹു വകാദ യദ്രിബുനി. ആ റഫഅ യൂസുഫ് യദഹു, യൂസുഫ് എന്ത് ചെയ്തു? കൈ ഉയർത്തി. റഫഅ യൂസുഫ് യദഹു, യദ് മഫ്ഊൽ ബിഹി, അതുകൊണ്ട് പദം കൊടുത്തു. യദഹു അവന്റെ കൈ ഉയർത്തി. വകാദ യദ്രിബുനി, അവൻ എന്നെ അടിക്കുമാറായി. അപ്പോഴാണ് ഉസ്താദ് വന്നത്, അല്ലെങ്കിൽ അധ്യാപകൻ വന്നത്, അല്ലെങ്കിൽ സംഭവിച്ചത്. അയാൾ കാദ യദ്രിബുനി, യദ്രിബു നീ. യാ ആണ് മഫ്ഊൽ ബിഹി. നൂന് എന്താണ്? സേഫ്റ്റി നൂൻ. നൂനുൽ വിഖായത്ത്. നൂനുൽ വിഖായത്ത് എന്ന് പറയും. വക്കായക്കി എന്ന് പറഞ്ഞാല് സൂക്ഷിച്ചൊന്നല്ലേ? അതാണ് ഞാൻ പറഞ്ഞ സേഫ്റ്റി നൂൻ. ഇതിനാ സേഫ് ഗാർഡ് ചെയ്തത്? യദ്രിബുവിന്റെ അവസാനം ലമ്മുണ്ട്. ആ ലമ്മിനെ അവിടെ സുരക്ഷിതമായി നിർത്തണമെങ്കിൽ എന്ത് വേണം? നൂനുൽ വിഖായത്ത് വേണം. അല്ലെങ്കിൽ എന്താവും? യദ്രിബൂയി എന്നായി. അപ്പൊ ബായുടെ ലമ്മുമായിട്ട് കെസറാണ്. യദ്രിബി എന്നായി. കിതാബ് പറയുമ്പോൾ ഹാദാ കിതാബി, എന്റെ എന്ന് പറയുന്നത് കിതാബി. അഹദ യൂസുഫ് കിതാബി, യൂസുഫ് എന്റെ പുസ്തകം എടുത്തു. അപ്പൊ കിതാബ എന്ന് പറഞ്ഞിട്ടാണ് യാ ചേർക്കുന്നത്. അഹദ യൂസുഫ് കിതാബ പറഞ്ഞിട്ട് പിന്നെ യാ ചേർക്കും. അപ്പൊ എന്താവും? കിതാബയുടെ പത്തക പോയിട്ട് കെസറായി, കിതാബി. അത് നാമത്തിൽ പറ്റും, ക്രിയയിൽ പറ്റില്ല. നാമത്തെ കുറിച്ച് അറിയാം, പക്ഷെ ക്രിയയെ കുറിച്ച് അറിയാൻ പറ്റില്ല. അവിടെ അവസാനത്തെ അടയാളം ഉണ്ടെങ്കിൽ ശരിയാവും. അപ്പൊ അതുകൊണ്ട് ക്രിയയുടെ ശേഷം സർവനാമം ചേർന്ന് വരുമ്പോൾ, യാ മുത്തക്കല്ലിം ചേർന്ന് വരുമ്പോൾ എന്ത് ചെയ്യും? നൂനിൽ വിഖായത്ത് ചേർക്കും. നമ്മൾ നേരത്തെ പറഞ്ഞെന്നാ എന്റെ ഓർമ്മ. ഈ പാഠത്തിലാണോ? അതെ, ഈ പാഠത്തിലാണ്. അപ്പോ ഉസ്മാനുൽ മുദീർ റഫഅ യദഹു യൂസുഫ് യദഹു വകാദ യദ്രിബുനി, അവൻ എന്നെ അടിക്കുമാറായി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടിക്കുന്നായി, പക്ഷെ അടിച്ചില്ല. അസാലിസ് ഇൻകലബത്ത് സയ്യാറത്തു ഹാമിദിൻ വകാദ യമൂതു. ഇൻകലബ എന്താ അർത്ഥം? തിരിച്ചുപോയി. അവളെ തിരിഞ്ഞു മടങ്ങി എന്നല്ല നമ്മൾ പറഞ്ഞത്. അപ്പൊ തിരിഞ്ഞു എന്നുള്ളതിന്റെ വേറൊരു വാക്കെന്താ? ഇങ്ങനെ വെച്ചിട്ട് മറിഞ്ഞു.
തിരിഞ്ഞു എന്നും മറിഞ്ഞു എന്നും പറയുന്ന ഒരേ വാക്കല്ലേ? ആണ് ഇൻകലബ, മറിഞ്ഞു. ഇൻകലബ സയ്യാറത്ത് ഹാമിദിൻ, പത്രം വായിച്ചാൽ മറിഞ്ഞു എന്നുള്ള വാക്കിന് ഇൻകലബ എന്നുള്ള വാക്കാണ് ഇതിലുണ്ടാവുക. കോണ്ടംപററി യൂസ് ചെയ്യാം ഇൻകലബ. ഇൻകലബത്ത് സയ്യാറത്ത് ഹാമിദിൻ. അപ്പൊ ഇൻകലബത്ത് സ്ത്രീലിംഗം എന്താ ഉപയോഗിച്ചത്? സയ്യാറത്തായി. സയ്യാറത്താണ് അതിന്റെ സബ്ജക്റ്റ്. സയ്യാറത്തു ഹാമിദിൻ, ഹാമിദിന്റെ സയ്യാറത്ത് മറിഞ്ഞു, കാറ് മറിഞ്ഞു. അപ്പൊ കാത യമൂത്തു ഇതായി, കാത യമൂത്തു, മരിക്കാറായി. അത് മരിക്കാറായി. മരിച്ചില്ല എന്ന് പറയുന്നുണ്ട്, അതവസ്ഥ. മരിക്കാറായി. അറാബ്യ ضربت المديرة سعادة فكادت تبكي. ضربت സ്ത്രീലിംഗം വന്നു. അൽ മുദീറത്ത് ഹെഡ് മിസ്ട്രസ്. മുദീർ ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ മുദീറത്ത് ഹെഡ് മിസ്ട്രസ്. റബത്തിൽ മുദീറത്തു സുആദ, സുആദിനെ അടിച്ചു ഹെഡ് മിസ്ട്രസ്. അത് അന്നത്തെ അടിയാണ് കേട്ടോ, ഇന്ന് അടിക്കാൻ പറ്റില്ല. ഇന്നത്തെ പുസ്തകത്തിൽ അടിച്ചൊന്നും എഴുതാൻ പറ്റില്ല. ഫകാദത്ത് തബിക്കി, ഫകാദത്ത് തബിക്കി, ഫകാദത്ത് തബിക്കി ചേർത്ത് പറയാം. രണ്ട് തേങ്ങ ചേർത്ത് തബിക്കി എന്താ? ബക്ക എബിക്കി. എന്താ അർത്ഥം? കരഞ്ഞു. ബക്ക എബിക്കിയുടെ ക്രിയാധാതു എന്താണ്? ബാക്കിയല്ല. അതെങ്ങനെ കിട്ടി ബാക്കിയെന്ന്? ബക്ക എബിക്കിയുടെ ക്രിയാധാതു ബുക്കാ ഉൻ. ഏതാ? ബുക്കാ ഉൻ. ബാക്കിൻ വരുന്നത് എന്താണ്? കർത്താവാണ്, ഇസ്മുൽ ഫായിലാണ്. ബക്ക എബിക്കി, ബാക്കിൻ. ബാക്കിൻ യാ അവസാനം വന്നുകൊണ്ട് കർത്താവിൻ രൂപം വരുമ്പോൾ യാ കളഞ്ഞിട്ട് മുമ്പുള്ളതിന് കസ് കൊടുക്കും, അല്ലെ മുമ്പുള്ളതിന് തെൻവീന് കൊടുക്കും. ബാക്കിൻ. ബക്ക എബിക്കിയുടെ ക്രിയാധാതു ബുക്കാ അൻ ഖുർആനിലുണ്ട്. ബുക്കാ അൻ വ തസ്ബിയ, അത് ബുക്കാ അല്ല, അത് മുക്കാ. ബുക്കാ അൻ വേറെ ഉണ്ട്, ബുക്കാ വേറെ ഉണ്ട് ഖുർആൻ. അപ്പൊ വറബത്തിന് മുദീറത്ത് സ്വാദ, സ്വാദിനെ കളിച്ചു. ഫക്കാദത്ത് തബക്കി, അവൾ കരയാറായി. വറബ തിഫ്ലി നല്ലാറത്തി, വറബ തിഫ്ലി എന്താർത്ഥം? തിഫിലി, തിഫിലി, തിഫിലാരാ? തിഫിലി, ചെറിയ കുട്ടികൾ. തിഫിലി എന്ന് പറഞ്ഞാൽ കലമി, കിതാബി. എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് അടിച്ചു. നല്ലാറത്തി, എന്റെ നല്ലാർത്ത എന്റെ കണ്ണട, എന്റെ കണ്ണടയെ അടിച്ചു. ബിൽ ആസ, വടി. അവന് അതിനെ പൊട്ടിക്കാറായി. അല്ലേ? കാദ യക്സിറു, കസറ യക്സിറു എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു എന്ന് അർത്ഥമുണ്ട്, പൊട്ടിയെന്നും അർത്ഥമുണ്ട്. ഇവിടെ എന്താണ്? യക്സിറുവിന്റെ കൂടെ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? മഫ്ഊലുൻ ബിഹി ഉപയോഗിച്ചിട്ടുണ്ട്. മഫ്ഊലുൻ ബിഹി ഉപയോഗിക്കുമ്പോൾ പൊട്ടൽ എന്ന് പറയാൻ പറ്റില്ല, പൊട്ടിച്ചു എന്ന് പറയാൻ പറ്റും. അതേപോലെ ജാദയും അങ്ങനെ വരിക. ജാദ മഫ്ഊലുൻ ബിഹി വന്നിട്ടുണ്ടെങ്കിൽ വർദ്ധിപ്പിച്ചു, മഫ്ഊലുൻ ബിഹി ഇല്ലെങ്കിൽ വർദ്ധിച്ചു. കസറ പൊട്ടി എന്ന് പറഞ്ഞാൽ അൽ കുർസിയു മക്സൂറുൻ, പൊട്ടിയതാണെന്ന് പറഞ്ഞു. ഇതെന്താണ്? യക്സിറു ഹാ എന്ന് ഉപയോഗിക്കുന്നു. അപ്പൊ ഹാ എന്താണ്? മഫ്ഊലുൻ ബിഹി, പൊട്ടിച്ചു. അവൻ അതിനെ പൊട്ടിക്കുമാറായി, അവനതിനെ പൊട്ടിക്കാറായി.
ഓക്കെ, ഇപ്പൊ കാത കഴിഞ്ഞു. അൽ ബാ ഹംസ് കഴിഞ്ഞാല് മജ്മുഅത്ത് ഹംസ് ഗ്രൂപ്പ് എ, മജ്മുഅത്തുൽ ബാ ഗ്രൂപ്പ് ബി. الساعة الآن الواحدة. الساعة الآن الواحدة. ഇപ്പോൾ 1 മണിക്കൂർ. കാത തന്നെയാണ് ഇനി വരുന്നത്. ഒരു മണിക്കൂറല്ല, ഒരു മണിയായി. സാഅത്തുൽ അൽ വാഹിദത്തു, ഒരു മണിക്കൂറല്ല, 1 മണിയായി. ആക്ച്വൽ സമയം ഇപ്പോഴും സമയം 1 മണിക്കൂർ, 1 മണിയാണ്. യകാദുൽ മുദീറു യഖ്റുജു. യകാദുൽ മുദീറു യഖ്റുജു. ഹെഡ് മാസ്റ്റർ പുറപ്പെടാറായി. ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ലറബ ത്വഫിലി നല്ലാറത്തി ബിൽ അസ വകാദത് യക്സിറുഹ, വകാദ യക്സിറുഹ. അവനെ പൊട്ടിക്കാറായി എന്ന് പറഞ്ഞാൽ പൊട്ടിയില്ല എന്ന അവസ്ഥ എത്തിയെന്നർത്ഥം. അതേപോലെ ഫതഹ സക്കരിയൽ ബാബ വകാദ യഖ്റുജു, പോയില്ല, പോകുമാറായി, പോയില്ല എന്ന അവസ്ഥയായി. അതേസമയം ഇവിടെ എന്താ? യകാദുൽ മുദീറു യഖ്റുജു, പോകാറായി എന്ന് പറഞ്ഞാൽ 1 മണി 1 പോകാനുള്ള സമയം പോകാനടുത്തു. അതേപോലെ യകാദുൽ ഇമാമു യർക്കഉ, അപ്പോ മുട്ടി നിൽക്കുകയല്ല. നേരത്തെ എന്താണ്? മുട്ടി നിൽക്കുകയാണ്. ഇവിടെ മുട്ടി നിൽക്കുന്നതല്ല. 1 മണിയായി, ഹെഡ് മാസ്റ്റർ പോകാറായി. അതേപോലെ യകാദുൽ ഇമാമു യർക്കഉ, ഇമാമു റുകൂ ചെയ്യാറായി. യകാദുൽ ജറസു യറിന്നു, ബെല്ല് അടിക്കാറായി. അതെ, ബെല്ല് മുഴങ്ങാറായി. നമ്മളെ ഭാഷയിൽ ബെല്ലടിക്കാറായി എന്ന് പറയും. ലിമ ദറബത ഹാദൽ വലദ യാ അലി, എന്തിനാണ് അലി ഈ കുട്ടി അടിച്ചത്? യകാദു യബ്കി, അവൻ കരയാറായി. തഅമ്മൽ മായലി, ശ്രദ്ധിച്ചു വായിക്കാം. ഇവിടെ അപൂർണ ക്രിയയോടൊപ്പം ലായ് ഉപയോഗിച്ചിട്ടുണ്ട്, മായി ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് അപൂർണ ക്രിയയോടൊപ്പം ലായും മായും ഉപയോഗിച്ചാലുള്ള വ്യത്യാസം? പാഠത്തിൽ അത് വന്നിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഒരു കാര്യം പറഞ്ഞു, ഏതോ ഒരു സെന്റൻസ് വന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ലാ വന്നിട്ടുണ്ടെങ്കിൽ അത് പെർമനന്റ് ആയിട്ട് ഇല്ല എന്നുള്ളതാണ്. മറ്റത് താൽക്കാലികമായിട്ട് ലാ അപൂർണ ക്രിയയോടൊപ്പം വരുമ്പോൾ യഥാർത്ഥത്തിൽ അപൂർണ ക്രിയയോടൊപ്പം ലായാണ് വരേണ്ടത്. അതേസമയം അപൂർണ ക്രിയയോടൊപ്പം മാ വന്നിട്ടുണ്ടെങ്കിൽ അത് താൽക്കാലികമാണ്, ആ പണി താൽക്കാലികമാണ് എന്നർത്ഥം. ആ പറയുന്ന കാര്യം താൽക്കാലികമാണ്. മറ്റെന്താണ്? അപൂർണ ക്രിയയോടൊപ്പം ലാ വന്നാൽ ഹാബിച്വൽ ആണ്. അപൂർണ ക്രിയ ഹാബിച്വൽ ആക്ഷനെ സൂചിപ്പിക്കുമല്ലോ. അപൂർണ ക്രിയ ഭാവി കാലത്തെ അല്ലെങ്കിൽ അപൂർണ ക്രിയയെ മാത്രമല്ല, ഹാബിച്വൽ ആക്ഷനെ പതിവായി ചെയ്യുന്ന സംഗതിയെ ദ്യോതിപ്പിക്കുന്നതാണ് അപൂർണ ക്രിയ. അങ്ങനെ അപൂർണ ക്രിയയോടൊപ്പം ലാ വന്നാൽ അത് ഹാബിച്വൽ ആക്ഷൻ ആണ്. അന ലാ അഷ്റബുൽ ഖഹ്വത, ഞാൻ കോഫി കുടിക്കുകയില്ല, അല്ലെങ്കിൽ ഗഹ്വ കുടിക്കുകയില്ല. എന്താണ്? അത് സാധാരണയുള്ള സംഗതിയാണ്. അന മാ അഷ്റബുൽ ഖഹ്വത അൽ ആൻ, ഞാൻ ഇപ്പോൾ കുടിക്കുന്നില്ല എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? മാ ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോ കുടിക്കുന്നില്ല, ഞാനിപ്പോ കോഫി കുടിക്കുന്നില്ല. അപ്പോ അതേ സദസ്യ വെച്ച് എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കാം, അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ മാ അഷ്റബ് എന്ന് പറഞ്ഞാൽ ഞാൻ കുടിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ എന്ന് പിന്നെ ചോദിക്കരുത്. അപ്പൊ മാ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞതിൽ അതിന്റെ അർത്ഥം അപ്പോൾ വേണ്ട എന്നാണ്. ഉടനെ തന്നെ തിരിച്ചുകൊണ്ട്
കുട്ടികളെയല്ലേ, ഒഴിച്ചുകളയല്ലേ, ഒഴിച്ചേക്കാം. ചിലപ്പോൾ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് ചോദിച്ചേക്കാം. الثاني نحن لا نلعب كرة القدم. ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയില്ല. അപ്പൊ എന്താ അർത്ഥം? അവിടെ കളിക്കാറില്ല എന്നാണ്. habitual action. നഹ്നു ലാ നൽഅബു ഖുറത്തൽ ഖദം. അതേസമയം നഹ്നു മാ നൽഅബു ഖുറത്തൽ ഖദം ആന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാ നൽഅബു മാ നൽഅബു മാ ഉപയോഗിച്ച് പറഞ്ഞാൽ ഇപ്പോൾ കളിക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ ക്രിക്കറ്റ് അല്ല കളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പൊ മഴയുണ്ട്. മഴയുണ്ട്. ക്രിക്കറ്റ് കളിക്കുന്ന വെയിലത്താണ്. ചിരിച്ചു പറഞ്ഞത് ക്രിക്കറ്റ് നമ്മുടെ നാട്ടിലെ കളിയല്ല യഥാർത്ഥത്തിൽ. ക്രിക്കറ്റ് തണുപ്പുള്ള നാടുകളിൽ വെയിൽ കൊള്ളാൻ വേണ്ടിയുള്ള കളിയാണ്. അതുകൊണ്ടാണ് വെയിലത്ത് കളിക്കുന്നത് ക്രിക്കറ്റ്. നമ്മുടെ നാട്ടിൽ വെയിലടിച്ചാൽ ഹ്യൂമിഡിറ്റി ഉണ്ടാവും, അങ്ങനെ കളിക്കാനുള്ളതല്ല. എനിവേ നഹ്നു മാ നലഅബു ഖുറത്തൽ ഖദം, ഞങ്ങൾ ഇപ്പോൾ ആന. അപ്പൊ ആന ഉണ്ടാവും അവിടെ. നേരത്തെ പറഞ്ഞത് അപൂർണ ക്രിയ, അവൻ ലാ ഉപയോഗിച്ച് പറഞ്ഞാൽ അപൂർണ ക്രിയയുടെ അർത്ഥത്തിലും വരാം, ഹാബിച്വൽ ആക്ഷനും വരാം. അതേസമയം മാ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അത് താൽക്കാലികം. നഹ്നു മാ നലഅബു ഖുറത്തൽ ഖദം ആൻ. അപ്പൊ ആനയാണെങ്കിൽ എന്തായിരുന്നാലും മായാണ് ഉപയോഗിക്കേണ്ടത്. الثالث هو لا يقرأ الصحف. സുഹഫ് എന്താണ്? ഗ്രന്ഥം. ഏടുകൾ. സുഹഫ് ഇബ്രാഹിം മൂസ, ഏടുകൾ. ഏടുകളുടെ ഏകവചനം എന്താ? സുഹഫിന്റെ ഏകവചനം സഹീഫത്തുൻ. സഹീഫത്തുൻ ഏകവചനം ഖുർആൻ ഉപയോഗിച്ചിട്ടില്ല, ബഹുവചനമുണ്ട്. അപ്പൊ മാ തുലഖിസുൽ മുദാരിഅ ലിൽ ഹാൽ, അൽ ഹാലിന് വേണ്ടിയുള്ളതാണ്. മാ എന്താണ്? ഹാലെന്താ? പ്രസന്റ്, പ്രസന്റിനെ സൂചിപ്പിക്കുന്നതാണ്. തുലഖിസു, ലഖസ യുലഖിസു എന്ന് പറഞ്ഞാൽ തനിച്ചാക്കി. ലഖസ ഇഖ്ലാസ് ഉണ്ടാക്കിയെന്ന് കേട്ടോ. ഇഖ്ലാസ് എന്താ? തനിച്ചാക്കൽ. ഇഖ്ലാസ് ഒരു ചിന്ത മാത്രം ഉണ്ടാകും, അതാണ് ഇഖ്ലാസ്. നമ്മള് പക്ഷെ എങ്ങനെ കൊടുക്കാൻ പറ്റുമോ? തഅമ്മൽ മായില് ഹാമിദുൻ തവീലുൻ. അപ്പൊ ഇവിടെ എന്താണ്? ഫേല് താജിബിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ ഫേല് താജിബ്? എക്സ്ക്ലമേറ്ററി വെർബ്. ഫേല് താജിബ്. ഹമീലുൻ, ഹാമിദുൻ തവീലുൻ. ഹാമിദ് എന്താണ്? പൊക്കമുള്ളയാളാണ്. തവീൽ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം ഉണ്ടാവും. നീളം കൂടിയതെന്നും പൊക്കം കൂടിയുള്ളതെന്നും പറയാം. അപ്പോ അതിനെ താജ്ജുബാക്കി പറഞ്ഞ ഹാമിദ് തവീൽ, അയാള് പൊക്കമുള്ള ആളാണ്, ഹൈറ്റ് ഉള്ള ആളാണ് എങ്കിൽ അതിനെ എക്സ്ക്ലമേറ്ററി ആയിട്ട് പറഞ്ഞാൽ മാ അത്വല ഹാമിദ്. അപ്പൊ തവീലിന്റെ എന്തെടുക്കണം? സൂപ്പർലേറ്റീവ് ഫോം എടുക്കണം. എന്നിട്ട് അതിന് ഫതഹ് കൊടുക്കണം, അന്ത്യത്തിൽ ഫതഹ് കൊടുക്കണം. ഇപ്പൊ തവീലിന്റെ സൂപ്പർലേറ്റീവ് എന്താണ്? അത്വൽ. അതിനെ എന്താക്കി? മാ അത്വല. അതിന്റെ മലയാള അർത്ഥം ഹാമിദ്. മാ അത്വൽ ഹാമിദ് എന്ന് പറയുന്നത് ഹമീദ് എത്ര നീളമുള്ളവരാണ്? എത്ര നീളമുള്ളവനാണ് ഹമീദ്? ഹാമിദ് എത്ര നീളമുള്ളവനാണ് എന്ന് ആശ്ചര്യത്തോട് പറയാം. എത്ര നീളമുള്ള, അടുത്ത ഉദാഹരണമൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവിടെ എത്ര നീളമുള്ളവനാണ് എന്ന് ചോദ്യമല്ല, മറിച്ച് അവൻ എത്ര നീളമുള്ളവനാണ് എന്ന എക്സ്ക്ലമേറ്റർ. മലയാളത്തിൽ വ്യാക്ഷേപകം എന്നാണ് പറയുന്നത്. ആക്ഷേപമല്ല കേട്ടോ, വ്യാക്ഷേപകം എന്നാണ് അതിന്റെ മലയാളത്തിലെ ഗ്രാമറിൽ പറയുന്ന വാക്ക്. ആശ്ചര്യകരമായ ഉപയോഗം. ആദ്യ സയ്യാറത്ത് ജമീലത്തിൽ, ഈ സയ്യാറ മനോഹരമാണ്.
അറബി പഠിക്കാൻ ജമീലത്തിന്റെ ഇംഗ്ലീഷ് തന്നെ പറയണമെന്നുണ്ടോ? superlative. സയ്യാറ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കി പിന്നെ സയ്യാറ എന്ന് പറഞ്ഞാൽ മതി. മലയാളത്തിൽ വാക്കില്ല ഉണ്ടോ സയ്യാറയ്ക്ക്? 4 ചക്ര കുഞ്ഞു വാഹനം. അപ്പോ സയ്യാറ ജമീലാണ്. ഈ സയ്യാറ മനോഹരമാണ്. അതാണ് പ്രസ്താവന. അതിനെ എക്സ്ട്രാമേറ്ററി ആയിട്ട് പറയണമെങ്കിൽ അല്ലെങ്കിൽ ആശ്ചര്യകരമായി പറയണമെങ്കിൽ അതാണ് ജമീലത്തിന്റെ സൂപ്പർലേറ്റീവ്. അജ്മൽ. ജമീലിന്റെ സൂപ്പർലേറ്റീവ് ആണ് അജ്മൽ. അജ്മൽ എന്ത് ചെയ്യുന്നു? അതിന് 10 കൊടുക്കണം. മാ അജ്മല ഹാദിഹി സയ്യാറത. കഴിഞ്ഞിട്ടും 10 കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് മഫ്ഊലായിട്ടാണ് വരിക കേട്ടോ. അതിന്റെ എന്തിനെയാണോ ആശ്ചര്യഭരിതമായി പറഞ്ഞത് അതിനെന്തായിരിക്കും? മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്തായിരിക്കും വരിക. ഹാദിഹി സയ്യാറത, ഈ കാർ എത്ര മനോഹരമാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? എത്ര നീളമുള്ളതാണ്, അതേപോലെ എത്ര മനോഹരമാണ്. മാ അത്വല ഹാമിദൻ, ഹാമിദ് എത്ര നീളമുള്ളവനാണ്. മാ അജ്മല ഹാദിഹി സയ്യാറത, ഈ കാർ എത്ര മനോഹരമാണ്. ഹുവ തവീൽ മാ അത്വലഹു. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഹാമിദുൻ എന്നിടത്ത് നൗൺ അല്ലെങ്കിൽ പ്രോപ്പർ നൗൺ വ്യക്തമായി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം പറഞ്ഞു മാ അത്വല ഹാമിദൻ എന്ന് പറഞ്ഞു. ഹാമിദുന്നിന് എന്തുണ്ട്? തൻവീനുണ്ട്. ഹാമിദുന്നിന്റെ ഈ ഉദാഹരണങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഹാമിദുന് തൻവീൻ ഉണ്ടെങ്കിൽ മാ അത്വലയ്ക്ക് ശേഷം വരുമ്പോഴത്തേക്ക് ഹാമിദിന് തൻവീൻ കൊടുക്കണം. പക്ഷെ നസ്ബായിരിക്കും എന്നർത്ഥം. മാ അത്വല ഹാമിദൻ, അപ്പൊ തൻവീനുണ്ട്. ഹാദിഹി സയ്യാറത്തു എന്ന് പറഞ്ഞിടത്ത് സയ്യാറത്തിന് തൻവീനില്ല. സയ്യാറത്തിന് തൻവീനില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? മാ അജ്മല ഹാദിഹി അസ്സയ്യാറത. അസ്സയ്യാറത ഒരു 10 മാത്രമേ ഉള്ളൂ, തൻവീനില്ലാത്ത. അതേസമയം അപ്പൊ അവിടെ എന്താണ്? സയ്യാറത്ത് വ്യക്തമായി നാമം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഹുവ തവീലുൻ പ്രോനൗണാണ്. അപ്പോ തവീലിന്റെ എന്ത് എടുക്കണം? സൂപ്പർലേറ്റീവ് എടുക്കണം. മാ അത്വല, മാ ചേർത്തിട്ട് അത്വലയാക്കി പിന്നീട് മാ അത്വല ഹുവ എന്നല്ല പറയുക. മാ അത്വലഹു. അപ്പൊ അവിടെ നെസ്ബ് കാണില്ല. കാരണം എന്താണ്? സർവനാമങ്ങളെല്ലാം അന്ത്യം ഉറച്ചതാണ്. അവിടെ ലമ്മത്തെ ഉണ്ടാവുള്ളൂ. മാ അത്വലഹു. അതേസമയം അൻത സഗീറുൻ, അൻത സഗീർ, നീ സഗീറാണ്, ചെറുതാണ്, നീ ചെറിയ ആളാണ്. അപ്പോ സഗീറിന്റെ സൂപ്പർലേറ്റീവ് എന്താ? അൻതയ്ക്ക് പകരം നമ്മൾ ഖലഖഹു എടുത്തത് പോലെയാണ് വരിക. ഖലഖഹു വരുമ്പോൾ നമ്മൾ നസ്ബ് ചെയ്യപ്പെട്ടാണ് വരുന്നത്. ഖലഖഹു മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്താണ് വരുന്നത് പറയുന്നത്. അപ്പൊ ഖലഖഹു വരുന്നിടത്ത് ഖലഖനി എന്ന് പറഞ്ഞു. അതേപോലെ ഖലഖക എന്ന് പറഞ്ഞു. ഖലഖക, അവൻ നിന്നെ ശ്രമിച്ചു. അപ്പൊ അതേപോലെ സഗീറിന്റെ കൂടെ അൻതയാണ് ചേർക്കേണ്ടെങ്കിൽ അസ്ഗറക, മാ അസ്ഗറക. ഓക്കെ. ഉക്തുബൽ ജുമലൽ ആതിയത മുസ്തഅമിലൻ ഫിഅല തഅജ്ജുബ്. തഅജ്ജുബ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ഫിഅല തഅജ്ജുബ് ഉപയോഗിച്ചിട്ട് അതിനെ എഴുതണം. ഉൻളുർ ഇലാ ഹഉലാഇ തുല്ലാബിൽ ജുദദ് തുല്ലാബിൽ ജുദുദി. ഉൻളുർ ഹഉലാഇ തുല്ലാബിൽ ജുദുദി ഹും കസീറുൻ. ഉൻളുർ ഇലാ ഹഉലാഇ തുല്ലാബിൽ ജുദുദി. ജുദുദ് എന്താണ്? പുതിയവ. ജദീദ് പുതിയത്, അതിന്റെ ബഹുവചനമാണ് ജുദുദ്. ജുദ് പുതിയവ, ഇത് പുതിയ ആൾക്കാരാണ്, പുതിയവരാണ്. ഹും കസീറുൻ, അവർ ധാരാളമുണ്ട്. അപ്പൊ ഹും കസീറിന്റെ ആണ് എന്ത് ചെയ്യേണ്ടത്? ആശ്ചര്യകരമായ പ്രയോഗം വരേണ്ടത്. അപ്പൊ എന്ത് എഴുതണം? കസീറിന്റെ സൂപ്പർലേറ്റീവ് എന്താ? അക്സറിന്റെ കൂടെ മാ ഉപയോഗിച്ച് അക്സറ, പിന്നെ സർവനാമം ചേർക്കണം. മാ അക്സറഹും. അസാനി ഉൻളുർ ഇലാ ഹാദിഹി സയ്യാറ.
ഈ കാറിനെ നോക്കൂ, ഈ സയ്യാറയെ നോക്കൂ. ഈ ജമീലത്തുൻ മാ മാ അജ്മല അജ്മല ഹാ മാ അജ്മലഹ ഉം. മാ അജ്മലഹ. അടുത്ത് ഹുവ ഫഖീറുൻ മാ അഫ്തറ മാ അഫ്തറഹു മാ അഫ്തറഹു മാ മാ അസ്വറ അഫ്തറഹു. ഫഖീർ എന്താണ്? ഫഖീർ ദരിദ്രൻ. ഫഖീർ ദരിദ്രൻ. അപ്പോ മാ അക്ഫറഹു എന്ന് പറയുന്നത് എന്തായിരിക്കും അർത്ഥം? അവന് എത്ര ദരിദ്രൻ. അയാൾ എത്ര ദരിദ്രനാണ്. അറാബി അറഅയ്ത ദാക്കൽ ബൈത. ദാക്കൽ ബൈത്ത്. ദാക്കൽ ബൈത്ത് എന്താ? ദാലിക്കൽ ബൈത്ത് ആ വീട്. ആ വീട്. ഹുവ അല്ല മാ അസ്വറഹു മാ അസ്ഹറഹു. മാ അസ്ഗറഹു. അപ്പൊ ഹുവ സഗീറിനെ എന്താക്കണം? മാ അസ്ഗറഹു. അത് എത്ര ചെറുതാണ്. ആ വീടിനെ നോക്കൂ, അതെത്ര ചെറുതാണ്. ഹുവ മാ അസ്ഗറഹു, അതെത്ര ചെറുതാണ്. അൽ കലിമാത്തുൽ ജുദൂദ് നമ്മൾ നേരത്തെ പറഞ്ഞു. മക്കാദിന്റെ ബഹുജനമാണ്. മക്കായിദ് സൂറത്ത് ജിന്നിലുണ്ടെന്ന് പറഞ്ഞു. വേറെ ഏത് സൂറത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. യാ അബത്തി എന്ന് പറഞ്ഞാൽ യാ അബി എന്നാണ് അർത്ഥം. എപ്പോഴും ആപത്തിന്ന് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇടയ്ക്ക് ഇങ്ങനെ സ്നേഹം ഉപയോഗിക്കുന്നതാണ്. ഓക്കെ. ഇന്റൻസിറ്റി അർത്ഥത്തിലാണ്. എന്തായാലും പറയാം, ഇന്റിമസി കൂടിയ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സ്പീലിംഗ് അല്ലല്ലേ? അബത്തി എന്ന് പറയുമ്പോഴാണ് അതെ. അവൻ വാപ്പ. അബത്തി എന്ന് പറയുമ്പോ എന്താണ്? ഉപ്പിയാണോ? ഉപ്പയുടെ സ്ത്രീലിംഗം ഉപ്പിയാണോ? അല്ല, ഉമ്മീന്ന്. ഉമ്മല്ല, അബത്തി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മകൻ എന്താ പറഞ്ഞത്? യാ അബതി ഇഫ്അൽ മാ തുഅ്മർ. അതേപോലെ വാപ്പയോട് ഇബ്രാഹിം നബി വാപ്പയോട് പറഞ്ഞ കാര്യം പറഞ്ഞു. യാ അബതി ലിമ തഅബുദി ശൈത്താന. ഇബ്രാഹിം നബിയോട് മകൻ പറഞ്ഞു യാ അബതി ഇഫ്അൽ മാ തുഅ്മർ. അപ്പൊ അവിടേക്ക് എന്താണ്? പിതാവേ എന്നാണ്. ഉപ്പ എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്ന പോലെയാണ്. പിതാവേ എന്ന് പറയുമ്പോൾ അബുനാണ്. അത് തന്നെയാണ്. പക്ഷെ ഇന്റിമസി ഉപയോഗിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഉപ്പ എന്നായിരിക്കും നമ്മൾ വരിക. ഫീ അസ്നാഇ എന്താ അർത്ഥം? ഡ്യൂറിങ്, അതിനിടയിൽ, ആ സന്ദർഭത്തിൽ എന്നർത്ഥം. കദബ യക്ദിബു കദീബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻകലബ യൻകലിബ് എന്താ അർത്ഥം? തിരിഞ്ഞു മറിഞ്ഞു മടങ്ങി. തിരിഞ്ഞു മറിഞ്ഞു മടങ്ങി. ബക്ക എബിക്ക് ബുക്ക. ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ ക്രിയാധാരം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എന്തായാലും നേരത്തെ പറഞ്ഞു. അദർസു സാദിസ പാഠം 16. പാഠം 16 അപൂർണക്രിയയുടെ മറ്റ് രൂപങ്ങളാണ് വരിക. അപൂർണക്രിയയുടെ കുറച്ച് രൂപങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. അപൂർണക്രിയയുടെ മറ്റ് രൂപങ്ങൾ ആണ് വരിക. പിന്നെ മായുടെ പ്രയോഗങ്ങൾ കേട്ടോ. മായുടെ പ്രയോഗങ്ങൾ വരുന്നുണ്ട്. അത് നമ്മൾ അണ്ടർസ്റ്റാൻഡിംഗ് ഖുർആനിൽ പഠിച്ചായിരുന്നു. മാ നെഗറ്റീവ് ആയിട്ട് വരും, ചോദ്യമായിട്ട് വരും. അതേപോലെ മാ എന്താണോ അത് എന്ന അർത്ഥത്തിലും വരും. അതാണ് പാഠത്തിൽ 16ാമത്തെ പാഠം ചർച്ച ചെയ്യുന്ന മറ്റൊരു ഭാഗം. പിന്നെയുള്ളത് സായുടെ രൂപഭേദങ്ങൾ. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കുറേശ്ശെ പഠിക്കാം കേട്ടോ. അമ്രും മുഅമ്മറും തമ്മിലുള്ള വ്യത്യാസം വരുന്നുണ്ട്. ആഖിറും ഉഖ്റായും വരുന്നുണ്ട്. മംനൂഉ മിന സർഫ് വരുന്നുണ്ട്.
മുസ്ഹഫും ഖുർആാനും വരുന്നുണ്ട്. എടുത്തും ഖുർആൻ കത്തിച്ചെന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് ഈ പാഠത്തിലൂടെ മനസ്സിലാക്കാം. الدرس السادس عشر 16-ാം പാഠം. അല്ലാതെ അതുരീദൂന ഷൈഅൻ മിന السوق يا أبنائي. തുരീദൂന നമ്മൾ നേരത്തെ പഠിച്ചതാണ്. തുരീദൂന അർത്ഥം നിങ്ങൾ വല്ലതും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉദ്ദേശിക്കുന്നുണ്ടോ, അല്ലെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ എന്ന അർത്ഥത്തിലാണ് തുരീദുൻ. മിനസ്സൂഖിയ ഷൈഅൻ വസ്തു, വല്ലതും അല്ല വസ്തു, സംഗതി, കുറച്ച്. അപ്പൊ ഇവിടെ തുരീദൂന ഷൈഅൻ എന്തെങ്കിലും എന്ന അർത്ഥത്തിലാണ്. പിന്നെ സൂക്ക്, സൂക്ക് എന്താ? മാർക്കറ്റ്. അപ്പൊ നമ്മള് കുറെ വാക്കുകളൊക്കെ എന്ത് ചെയ്യണം സംസാരത്തില്? അവധി വാക്കുകൾ ചേർത്തത്. സൂക്ക്, എല്ലാവരും ഉപയോഗിക്കുന്ന സൂക്ക്. അതേപോലെ സയ്യാറ, കാറൊന്നും ഉപയോഗിക്കണം നിർബന്ധമില്ലല്ലോ. സയ്യാറ, അങ്ങനെ കുറെ നാൾ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ മാറി മറിഞ്ഞു വരും. യാ അബിനായി, എന്റെ ആൺമക്കളെ. അപ്പൊ ആൺമക്കളോട് ചോദിച്ചപ്പോ അതുരീദൂന എന്ന് ചോദിച്ചു. അനൽ ആന അദ്ഹബു ഇലൽ മസ്ജിദി, ഞാൻ ഇപ്പോൾ അദ്ഹബു ഇലൽ മസ്ജിദി, മസ്ജിദിലേക്ക് പോവുകയാണ്. വസ അദ്ഹബു ഇല സൂഖി ബഅദ സ്വലാത്തി. സഅദ്ഹബു, ഞാൻ ഉടനെ തന്നെ പോകും. ഇല സൂഖി, സൂഖിലേക്ക്, ബഅദ സ്വലാത്തി, സ്വലാക്ക് ശേഷം. അൽ അബ്നാഉ നഅം നുരീദു അശ്യാഅ കസീറത. അപ്പൊ ഷൈഅൻ എന്ന് പറഞ്ഞ നേരത്ത് എന്താണ്? ഫതഹ് തൻവീൻ ഉണ്ട് അല്ലേ? നുരീദു അശ്യാഅ എന്ന് പറഞ്ഞിടത്ത് ഇതില്ല, തൻവീൻ ഇല്ല. എന്തുകൊണ്ടാ തൻവീൻ ഇല്ലാത്തത്? അഷിയാ അവസാനിക്കുന്ന നാമങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അവസാനിക്കുന്ന മംനൂ മിന സർഫാണ്. സർഫ് തൻവീൻ കൊടുക്കാത്ത, സ്വീകരിക്കാത്ത പദങ്ങളാണ് അഷിയ. അപ്പൊ അത് അങ്ങനെ മനസ്സിലാക്കുക. അഷിയാ കസീറത്തൻ, കസീറത്ത് വന്നത് അഷിയാ ബഹുജനമായതുകൊണ്ട് എന്ത് ചെയ്തു? അതിന് സ്ത്രീലിംഗമാക്കി ഏകവചനത്തിന്റെ വിശേഷണം കൊടുത്തു. അഷിയാവിന്റെ വിശേഷണമാണ് കസീറത്ത്, ധാരാളം. അല്ലത് ഉമറു, ഉമറു, ഉമറിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചേക്കുക. അതിന് നീന്ന് റാ ഇട്ടാൽ ഉമർ എന്ന് വായിക്കും. യാ ഉമറു, തിരിത് യാ ഉമറു. ഉമറും പിന്നെ അതേപോലെ ഉമീറും ഒന്നും അല്ല വായിക്കുക. യാ ഉമറു തിരിത് യാ ഉമർ. ഉമറെ നിനക്കെന്ത് വേണം? ഉമർ ഉരീദു കലമൻ, എനിക്കൊരു പേന വേണം. ഉരീദു കലമൻ, അതിലെ പെൻ. അല്ല അമാ ഇന്തൊക്കെ കലമുൻ, അമാ ഇന്തൊക്ക ഇല്ലേ, ഇന്റെ അടുക്കലില്ലേ. അമാ ഇല്ലേ, ആണോ ഉണ്ടോ? അതിന്റെ കൂടെ നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് എന്താവും? ഇല്ലേന്ന് വരും. അമാ ഇന്തൊക്ക ഇല്ലേ, ഇന്തൊക്കെ നിന്റെ അടുക്കലില്ലേ. കലമുൻ, നിന്റെ അടുക്കൽ പേന ഇല്ലേ. ബല, അമാ എന്ന് നെഗറ്റീവായിട്ട് ചോദിച്ചുകൊണ്ട് ഉമർ എന്ത് പറഞ്ഞു? ബല, ഓഫ് കോഴ്സ്, അതെ, ഐ ഹാവ്, എന്റെ അടുക്കൽ ഉണ്ട്. ഇന്ത്യ കലമുൻ അസ്റഖു, ഇന്ത്യ കലമുൻ അസ്റഖു, എന്റെ അടുക്കൽ പേനയുണ്ട്. കലമുൻ എന്താണ്? തൻവീനുള്ള നാമമാണ് അല്ലെ? ആ തൻവീനുള്ള നാമത്തിന്റെ വിശേഷണമാണ് എന്ത്? അസ്റഖ്. അപ്പൊ അവിടെ തൻവീൻ വന്നില്ല. എന്താണ്? അസ്റഖ് മംനൂ മിന സർഫാണ്, നിറത്തിന്റെ പേര്. കേട്ടാ? അപ്പൊ നിറത്തിന്റെ പേരുകളെല്ലാം എന്താണ്? മംനൂ മിന സർഫാണ്. അൽ അസ്റഖു, നീല. ഉരീദു കലമൻ അഹ്മറ, അവിടെ എന്ത് ചെയ്തു? ഉരീദു, എനിക്ക് വേണം. അപ്പൊ ഇന്ത്യ കലമുൻ അസ്റഖു, എന്റെ അടുക്കൽ നീലപ്പെന്നുണ്ട്. എന്റെ അടുക്കൽ ഒരു നീലപ്പെന്നുണ്ട്. ഐ ഹാവ് എ ബ്ലൂ പെൻ. ഉരീദു കലമൻ അഹ്മറ, എനിക്ക് എന്ത് വേണം? കലമൻ അഹ്മറ, റെഡ് പെൻ വേണം. ഐ നീഡ് എ റെഡ് പെൻ, എനിക്കൊരു. അപ്പൊ അഹ്മർ എന്ന് പറയുമ്പോ കലമൻ എന്നത് എന്താണ്? നേരത്തെ പറഞ്ഞു ഇന്ത്യ കലമുൻ അസ്റഖു. കലമുൻ എന്നത് ലമ്മ് ചെയ്യപ്പെട്ടതാണ്. അതിന്റെ വിശേഷണം അസ്റഖു.
എന്ന് ഒരു ലമ്മയെ കൊടുത്തുള്ളൂ. ഒരു ലമ്മയെ കൊടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു മമ്മിയുടെ സർഫാണ്. കളറിന്റെ പേരുകളെല്ലാം ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് ഒരു ലമ്മ കൊടുത്തത്. അപ്പൊ കലമൻ എന്നത് ലമ്മ ചെയ്യപ്പെട്ടതായതുകൊണ്ട് എന്ത് ചെയ്തു? അസ്റഖിന് ഒരു ലമ്മ കൊടുത്തു. ഉരീദു കലമൻ, എനിക്ക് ഒരു പേന വേണം. അപ്പൊ ഉരീദു കലമൻ എന്നത് എന്താണ്? മഫ്ഊൽ ബിഹിയാണ് കലമൻ. അപ്പൊ അതുകൊണ്ട് അതിന് നെസ്ബ് വന്നു. അവിടെ തൻവീനുണ്ട്. അതേസമയം അഹ്മറ എന്നാണ് പറഞ്ഞത്. ഒരു 10 കൊടുത്തു. ഒരു 10 കൊടുത്തു. നെസ്ബ് ചെയ്യപ്പെട്ടതാണെങ്കിൽ ആയപ്പോ എന്ത് ചെയ്തു? ഒരു 10 കൊടുത്തു. ഒരു 10 കൊടുത്തു. മല തുരീദു അൻത യാ അംറു. അപ്പൊ അംറിന്റെ സ്പെല്ലിംഗ് നോക്കുക. നേരത്തെ ഉമറു എന്ന് പറഞ്ഞിടത്ത് അതിന് മീമ് റാ ആണ്. ഇവിടെ അംറ. ഇനി പറയുമ്പോ ഉമറിന് അടയാളം ഉണ്ടാവില്ല, അംറിനും അടയാളം ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെ വായിക്കണം. ഉമറിനെ കണ്ടാൽ ഉമർ എന്ന് വായിക്കണം, അംറിനെ കണ്ടാൽ അംർ എന്ന് വായിക്കണം. അംറിന്റെ സ്പെല്ലിംഗ് എന്താണ്? അവസാനം ഒരു വായുണ്ട്. അവസാനം ഒരു വായുണ്ട്, ഉച്ചാരണമില്ലാത്ത വാ. അംർ എഴുതുമ്പോൾ അംർ. ماذا تريد أنت يا أمر? What do you need? അതാ തുരീദ് യാ അംർ എന്ന് പറയുമ്പോൾ മീനിങ് കറക്റ്റ് ആയി. അതേസമയം തുരീദു അൻത, യു. എല്ലാവരോടും ഓരോരുത്തരോട് ചോദിക്കുകയാണ്, നിനക്കെന്താ വേണ്ടത്? അതാ തുരീദു അൻത യാ അംറു. അംറിന്റെ സ്പെല്ലിങ് നേരത്തെ ഉമറിന്റെയും അംറിന്റെയും സ്പെല്ലിങ് രണ്ട് സെയിം കളർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്യാം. ഇപ്പോഴല്ല, ഹൈലൈറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത് കേൾക്കുമ്പോൾ നോക്കി ഹൈലൈറ്റ് ചെയ്യാം. ടെക്സ്റ്റിൽ ഹൈലൈറ്റ് ചെയ്യാം. അല്ല അംർ. അപ്പൊ അംർ മറുപടി ഉരീദു ദഫ്തറൻ. I need a notebook. ഉരീദു ദഫ്തറൻ. അല്ല أما اشتريت لك دفترا في الأسبوع الماضي. അപ്പൊ പറഞ്ഞു أما اشتريت, ഞാൻ വാങ്ങിയിട്ടില്ലയോ. أما اشتريت ഞാൻ വാങ്ങി. أما اشتريت, ഇഷ്തറ എന്ന വാക്കെന്താണ്? ഇഷ്തറ എന്ന് പറയുമ്പോഴത്തേക്ക് യഖ്തലഫ ഗ്രൂപ്പാണ്. യഖ്തലഫ ഗ്രൂപ്പിലുള്ള അലിഫ് എന്താണ്? ഹംസത്തുൽ വസ്ലാണ്. ഇഷ്തറ ഹംസത്തുൽ വസ്ലാണ്. ചേർത്ത് വായിക്കുമ്പോൾ അമഷ്തറൈതു. അമഷ്തറൈതു ലക ദഫ്തറൻ ഫിൽ ഉസ്ബൂഇൽ മാളി. നിനക്ക് ഞാനൊരു നോട്ട്ബുക്ക് ഫിൽ ഉസ്ബൂഇൽ മാളി, കഴിഞ്ഞ ആഴ്ച വാങ്ങിയില്ലയോ? അൽ ഉസ്ബൂ അൽ മാളി. അൽ ഉസ്ബൂഇന്റെ വിശേഷണമാണ് അൽ മാളി. അംർ. ബല, അതെ. വലകിന്ന ദാക, വലകിന്ന ദാക, പക്ഷേ അത്. ദാക ദഫ്തറ, ആ നോട്ട്ബുക്ക്. വറഖുഹു ഗൈറു മുസത്തരിൻ. വറഖുഹു, അതിന്റെ പേപ്പറുകൾ. പേപ്പറുകൾ. വറഖത്തുൻ, വറഖുൻ. വറഖുഹു, അതിന്റെ വറഖ് എന്താണ്? ഗൈറു മുസത്തരൻ. മുസത്തർ എന്താണ്? ലൈൻ ഇല്ലാത്തതാണ് മുസത്തർ എന്ന് പറഞ്ഞാൽ. മുസത്തർ എന്ന് പറഞ്ഞാൽ വരയ്ക്കപ്പെട്ടത്. വരയ്ക്കപ്പെട്ടത്. ഇവിടെ വയറു മുസ്തരിന്നല്ലോ. ഇവിടെ വയർ മുസത്തർ. വയർ മുസത്തർ പറയുമ്പം അൺറോൾഡ്, വരയില്ലാത്തത്. ഞാൻ ചോദിച്ചത് മുസത്തറിന്റെ മീനിങ് ആണ്. അപ്പൊ വരയില്ലാത്തെന്നല്ല പറയേണ്ടത്. ഗൈർ മുസത്തർ പറയുമ്പോൾ വരയില്ല. ഖുറാനിൽ എന്താ പറഞ്ഞ? മുസത്തർ ഏത് രീതിയിലാണ് ഉപയോഗിച്ചത് ഖുറാനിൽ? വത്തൂർ വകിതാബിൻ, വത്തൂർ വകിതാബിൻ. ആർക്കും ഓർമ്മയില്ലേ? മസ്തൂർ, കിതാബിൻ മസ്തൂർ. മസ്തൂർ എഴുതപ്പെട്ടത് അല്ലെങ്കിൽ വരയ്ക്കപ്പെട്ടത്. മുസത്തർ അല്ലെങ്കിൽ മസ്തൂർ ഒരർത്ഥം തന്നെ. ഇവിടെ വരയ്ക്കപ്പെട്ടത്. ഉരീദു ദഫ്തറൻ ദാ വറഖിൻ മുസത്തരിൻ. ഉരീദു ദഫ്തറൻ ദാ വറഖിൻ മുസത്തരിൻ. അപ്പൊ ദാ ഹൈലൈറ്റ് ചെയ്യണം. ഉരീദു ദഫ്തറൻ, ഞാൻ
ഒരു നോട്ട്ബുക്ക് ആഗ്രഹിക്കുന്നു, എനിക്കൊരു നോട്ട്ബുക്ക് വേണം. എങ്ങനെയുള്ള നോട്ട്ബുക്ക് വേണം? ജാ വറത്തിൻ മുസത്തരിൻ. ജാ വറത്തിൻ. ജാ എന്താണ്? മഫ്ഊലുൻ ബിഹി ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉരീദു ദഫ്തർ അല്ല, മഫ്ഊലുൻ ബിഹി അല്ല, ദഫ്തറിന്റെ വിശേഷണമാണ്. ഇത് ദഫ്തറൻ, എനിക്കൊരു ദഫ്തർ വേണം. എങ്ങനെയുള്ള ദഫ്തർ? ജാ വറത്തിൻ. അപ്പൊ ദഫ്തറിന്റെ വിശേഷണമാണ് ജ. അതുകൊണ്ട് എന്ത് ചെയ്തു? ജാക്കി അലിഫ് കൊണ്ടാണ് നെസ്ബ് ചെയ്തിരിക്കുന്നത്. അലിഫ് കൊണ്ടാണ് നെസ്ബ് ചെയ്തിരിക്കുന്നത്. അതാണ് ജായുടെ പ്രത്യേകത. അലിഫ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നെസ്ബ് ചെയ്യുന്നത്. ജാ ഉരീദു ദഫ്തറൻ ജാ വറത്തിൻ മുസത്തരിൻ. ഓക്കെ, ആ പേജ് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ. അല്ല മാതാ തുരീദു അൻത യാ ഹിഷാം. ഹിഷാം, നിനക്കെന്താ വേണ്ടത്? അല്ല, മാ ഉരീദു ഷൈഅൻ. നേരത്തെ പറഞ്ഞ പോലെ ഷൈഅൻ എന്ത് ചെയ്തു? തൻവീനുണ്ട്, അത് തൻവീൻ സ്വീകരിക്കുന്നതാണ്. മാ ഉരീദു ഷൈഅൻ അൽ ആൻ. നേരത്തെ പറയുമ്പോ മാ ഉരീദു ഷൈഅനിൽ ആന. ഷൈഅനിൽ ആന, ഇപ്പോൾ എനിക്കൊന്നും വേണ്ട. അല്ലാതെ അയിന അഹൂക്കൽ ഹുസൈനു. അഹൂക്ക ഹൈലൈറ്റ് ചെയ്യുക. അയിന അഹൂക്കൽ ഹുസൈനു. അഹൂക്ക എന്ന് പറയുമ്പോൾ അഹിൻ എന്താണ്? ലമ്മ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അഹൂക്ക എന്താണ് ലമ്മിന്റെ അടയാളം? അവിടെ ഹാഇന്റെ ലമ്മല്ല, വാവ് വന്നു എന്നതാണ്. വാവ് കൊണ്ടാണ് അതിന് എന്ത് ചെയ്തിരിക്കുന്നത്? റഫ് ചെയ്യുന്നത്. ലമ്മിന് പകരം വാവാണുള്ളത്. അതിന് അഹൂക്ക അൽ ഹുസൈൻ. രണ്ടാമത്തെ ഉദാഹരണം, രണ്ടാമത്തെ പോയിന്റ്. ഈ പോയിന്റിൽ ഇതിൽ രണ്ട് സംഗതി പഠിക്കാണ്. അതിന് അഹൂക്കൽ ഹുസൈനു എന്ന് പറഞ്ഞതിൽ രണ്ട് സംഗതി നമ്മളെ പാഠത്തിൽ പഠിക്കാനുണ്ട്. ഒന്നെന്താണ്? അഹൂക്ക വാവ് കൊണ്ടാണ് അതിന് ലമ്മ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റഫ് ചെയ്യുന്നത്. അപ്പൊ വാവ് കൊടുത്തു. അതിന് അഹൂക്ക എന്ന് പറഞ്ഞു. അതിന് അഹീക്ക എന്നല്ല പറഞ്ഞത്, അതിന് അഹാക്ക എന്നല്ല പറഞ്ഞു. അതിന് അഹൂക്ക എന്നാണ്, ലമ്മുന്റെ സ്ഥാനത്താണ്. അൽ ഹുസൈനു. അപ്പൊ അൽ ഹുസൈൻ എന്ത് സ്ഥാനത്ത് നിൽക്കുകയാണ്? അതിന് അഹൂക്ക എന്ന് പറഞ്ഞോടുകൂടി സെന്റൻസ് കംപ്ലീറ്റ് ആയി. അതിന് അഹൂക്ക, നിന്റെ സഹോദരൻ എവിടെ? രണ്ടാമത് പറഞ്ഞ ഹുസൈനു എന്ന് പറഞ്ഞത് എന്ത് സ്ഥാനത്താണ്? അഹിന്റെ ബദൽ എന്ന് പറയും, പകരം വന്ന പദമാണ്. അതിന്റെ അതേ അടയാളമാണ് അതിന് കൊടുക്കുക. അഹ് ലമ്മ് ചെയ്യപ്പെട്ടതാണ്, അതുകൊണ്ട് അൽ ഹുസൈനു ലമ്മ് ചെയ്യപ്പെട്ടത്. ഓക്കെ, ഇതുവരെ പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതിന്റെ മലയാളം ഫുൾ അർത്ഥം എന്താണ്? നിന്റെ സഹോദരൻ ഹുസൈൻ എവിടെ? ഇത് നാമാണല്ലേ. നിന്റെ സഹോദരൻ ഹുസൈൻ എവിടെ? അല്ലെങ്കിൽ നിന്റെ ഹുസൈൻ എന്ന സഹോദരൻ എവിടെ? ഓക്കെ, ഇവിടെ നിർത്തുകയാണ്. ബാക്കി കൂടെ വായിച്ചിട്ട് വരിക. വായിച്ചു നോക്കുക കേട്ടോ, മനസ്സിലാവും നമുക്ക്. പിന്നെ അതിൽ പഠിക്കേണ്ട പോയിന്റുകൾ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ മതി, നോക്കിയാണ്. ബാഹു നമ്മളെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അവൻ പുറത്തു വരട്ടെ. ലോകത്ത് കലിമത്ത് തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ പീഡനവും മർദ്ദനവും ബഹിഷ്കരണവും കൊലപാതകവും ഇരയാകുന്നവർ, അവരുടെ പ്രയാസങ്ങളെല്ലാം മാറ്റിക്കൊടുക്കട്ടെ. അവരെ മാർഗത്തിൽ മരിക്കുന്നവരെ അള്ളാഹ് ഷുഹദാ ആയി സ്വീകരിക്കട്ടെ. ആർജവത്തോടുകൂടി അവരവകാശപ്പെടുന്ന നീതിക്ക് വേണ്ടി നിലക്കൊള്ളാൻ അവർക്കുള്ള ഇനിയും ജീവിച്ചിരിക്കുന്നവർക്ക് ഇനിയും ശക്തിയും മനക്കരുത്തും ഒക്കെ നൽകട്ടെ. ഉള്ള കഴിവുകൾ കൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചടിക്കുന്നുണ്ട്. ഇനേനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ പ്രാർത്ഥനയിൽ എപ്പോഴും ഉൾപ്പെടുത്തുക. നമ്മുടെ പ്രാർത്ഥനയിൽ തഹിയ്യാത്തുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, പ്രാർത്ഥനയിൽ, നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ, അതുപോലുള്ള പ്രാർത്ഥനാ വേളയിലൊക്കെയും നമ്മൾ സഹോദരന്മാർ ഇത് ഇന്ന് അവർക്കെങ്കിൽ നാളെ എനിക്കാണ് എന്ന ബോധ്യം കൂടി നമുക്കുണ്ടാകണം. അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് ബോധങ്ങൾ, ഇതിലൂടെ ഒരുപാട് പാഠങ്ങൾ ഉണ്ടാകണം.
ഹിസ്റ്ററികൾ പഠിക്കണം, സിയോണിസത്തിന്റെ ഹിസ്റ്ററികൾ നമ്മൾ പഠിക്കണം. അതേ ഹിസ്റ്ററി തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഹിസ്റ്ററിയും കൂടി നമ്മൾ പഠിക്കണം. ഫാസിസത്തിന്റെ ഹിസ്റ്ററി നമ്മൾ പഠിക്കണം. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഒരു നൂറ്റാണ്ടിന് മുമ്പ് തുടങ്ങിയതാണെന്നും അത് അത്രയും ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും. അപ്പൊ നമ്മൾ പലസ്തീനിനെ കുറിച്ച് പറഞ്ഞു. പലസ്തീനിൽ മൃതി അടയുന്ന, അല്ലെങ്കിൽ പലസ്തീനിൽ ഒരു പലസ്തീൻ പോരാളികളിൽ ഒരാൾ കൊല്ലപ്പെടുമ്പോൾ അടുത്ത ആൾ റെഡിയായി തയ്യാറായി നിൽക്കുന്നു എന്ന് വരെ നമുക്കറിയാം, നേതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി. അതേപോലെ സിയോണിസ്റ്റുകൾ എന്ത് ചെയ്യാണ്? ആസൂത്രിതമായി കൊലപാതകം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവരെ പിന്നിൽ ഒരുപാട് ശക്തിയുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇവിടെ ഇപ്പൊ ഇന്ന് ഭരിക്കുന്ന ആളല്ല നാളെ വരുന്നത്. നടന്നു കഴിഞ്ഞ ആൾക്കാരെയൊക്കെ നമുക്കറിയാം. അത് ഞാൻ നമ്മളെ ഒരു അവബോധം ഉണ്ടാകണമെന്ന് പറയാം. നമ്മളെ സമയത്തോളം ദീർഘവീക്ഷണം വേണം, സുദീർഘമായ വീക്ഷണം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്തു? ശത്രു അല്ലെങ്കിൽ സുറാഖ എന്ന വ്യക്തി എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കാൻ വേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിന്റെ ഭാഗമായി സുറാഖയ്ക്ക് നബിയെ തൊടാൻ പറ്റിയില്ല. പക്ഷെ സുറാഖ യാചിച്ചു, എനിക്ക് ഒന്ന് അടുത്ത് വരണം, ഒന്ന് തൊടണം താങ്കളെ, എന്നിട്ട് കുറേശ്ശെ എടുത്തു പോയി പറയണം, ഞാൻ കണ്ടു തൊട്ടു എന്നൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു, അടുത്ത് വന്നു. അങ്ങനെ പിരിഞ്ഞു പോകാൻ നേരത്ത് സുറാഖ പറഞ്ഞു, എനിക്കൊരു ചെറിയൊരു സ്ലിപ്പ് കൂടെ എഴുതി തരണമെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിരിക്കുന്നു താങ്കളെ. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്ലിപ്പൊക്കെ എഴുതി കൊടുക്കാൻ പറഞ്ഞു. എഴുതി കൊടുത്ത് പോകാൻ നേരത്ത് പറഞ്ഞു, ഈ കയ്യിൽ പേർഷ്യൻ ചക്രവർത്തിയുടെ വള അണിയിച്ചാൽ എങ്ങനെയിരിക്കും? അപ്പോ രണ്ട് സംഗതി അതിൽ ഉണ്ടാകുന്നു. എന്തായിരുന്നത്? ഒന്ന്, സുറാഖ എന്ന ഈ വ്യക്തിയുടെ കയ്യിൽ പേർഷ്യൻ ചക്രവർത്തിയുടെ വള അണിയിക്കപ്പെടും എന്ന് പറഞ്ഞാൽ പേർഷ്യൻ സാമ്രാജ്യം ഞാനിതാ കീഴടക്കാൻ പോവുകയാണ്. അപ്പൊ എന്നിട്ട് ആ ചക്രവർത്തിയുടെ ഉടയാടകൾ ഇയാൾക്ക് എങ്ങനെ അണിച്ചു കൊടുക്കും ഞാൻ? അപ്പൊ ഇയാള് ആ സമയത്തേക്ക് എന്റെ അനുയായിയാവും. യഥാർത്ഥത്തിൽ അത് നടന്നു എപ്പോഴാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് നടക്കാൻ പോകുന്ന സംഭവത്തെ കുറിച്ചുള്ള വീക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു. എപ്പോൾ? തന്റെ കഴുത്തെടുക്കാൻ വേണ്ടി സൈന്യം അല്ലെങ്കിൽ വ്യക്തികൾ പുറപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് മദീനയിലേക്ക് കോഴിക്കോട് പോകാൻ വേണ്ടി ഞാൻ തിരുവനന്തപുരത്തോട്ട് പോയാലോ, വർക്കല ഇരിക്കുന്ന ആള് തിരുവനന്തപുരത്തോട്ട് പോയാലോ കോഴിക്കോട് പോകാൻ വേണ്ടി എന്ന അവസ്ഥയിലാണ് മദീനയിലേക്കുള്ള വഴിയിലേക്ക് നേരെ ഓപ്പോസിറ്റേക്കുള്ള വഴിയില്ല. കാരണം മദീനയിലേക്ക് ഇദ്ദേഹത്തിന്റെ അനുയായികൾ നേരത്തെ പോയിട്ടുണ്ട്. അദ്ദേഹം അങ്ങോട്ടായിരിക്കും പോകാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് മദീനയുടെ വഴിയിലേക്ക് തിരിഞ്ഞു പോകണം എന്ന് അവർക്കറിയാവുന്നത് കൊണ്ട് എന്ത് ചെയ്തു? മദീനയിലേക്കുള്ള വഴിയുടെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ 3 ദിവസം കഴിഞ്ഞിട്ടാണ് യാത്ര തിരിക്കുന്നത്. അതിനിടയിൽ എന്ത് ചെയ്തു? സവർ ഗുഹയിലൊക്കെ ഇരുന്നു. അപ്പൊ അതിനു മുമ്പ് തന്നെ മക്കയിൽ ഉണ്ടായിരുന്നപ്പോ തന്നെ പറഞ്ഞു, അടികൊണ്ട ആൾക്കാരോട് പറഞ്ഞു, അടികൊണ്ട ആൾക്കാർ നല്ല തസ്തൻസറിലാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് എന്താ പറഞ്ഞത്? വല്ലാഹി ലയുതിമ്മന്ന അല്ലാഹു ഹാദൽ അംർ, അള്ളാഹ് ഇതിനെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഹത്താ യസീറ റാകിബു മിൻ സന്നാ ഇലാ ഹദർമൗത്ത്, സന്നാ മുതൽ ഹദർമൗത്ത് വരെ കൊടും കൊലപാതകികളുടെ നാട്ടിലൂടെ ഒരു യാത്രക്കാരൻ അവന്റെ ആട്ടിടെ തന്റെ ആട്ടിന് ചെന്നായി വിളിച്ചു പോകുന്നതല്ല പേടിയില്ലാതെ, ഒരു കൊള്ളക്കാരെയും പേടിക്കാതെ സഞ്ചരിക്കാവുന്ന ഒരു അവസ്ഥ വരും എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ മർദ്ദനമേൽക്കുന്ന വ്യക്തികൾക്ക് ശാന്തസുന്ദരമായ സമാധാനപൂർവമായ ഒരു രാഷ്ട്രം വരും. അങ്ങനത്തെ ദീർഘവീക്ഷണത്തിന്റെ ഉടമകളായിരുന്നു നമ്മുടെ നബി, പ്രവാചകൻ, നമ്മുടെ നേതാവ്. പക്ഷെ നമുക്ക് എവിടെയാണ് ദീർഘവീക്ഷണം പോയിപ്പോയെന്നാണ്. അത് അത്രയും ദീർഘവീക്ഷണത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മളെ വിജയം ഇരിക്കുന്നത്. അല്ലെങ്കിൽ അത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളെ പരാജയം സംഭവിക്കുന്നത്. ഒന്നിനു പിറകെ ഒന്നായി നമുക്ക് പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഈ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിലും അതേപോലെ ലോകത്തിലും ഒക്കെ രാഷ്ട്രത്തിന് പുറത്തുമുള്ള സംഭവവികാസങ്ങൾ മനസ്സിലാക്കാൻ അത്തരം പ്രയാസങ്ങൾ നമ്മളെല്ലാം രക്ഷപ്പെടുത്തട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.
برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير محمد وعلى اله وصحبه اجمعين، والحمد لله رب العالمين. الى اللقاء باذن الله. السلام عليكم ورحمه الله وبركاته. وعليكم السلام ورحمة الله. عليكم السلام ورحمة الله.